ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ടോബിക്കുട്ടൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ടോബിക്കുട്ടൻ്റെ ക്രിസ്മസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തൈക്കുടത്തുള്ള റാഫേൽ ചർച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നൈറ്റ് കുർബാനയ്ക്കായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ റാഫേൽ പള്ളിയിൽ നിർമ്മിച്ച ചെറിയൊരു പുൽക്കൂടാണ് കേട്ടോ. രാത്രി കുർബാനയ്ക്ക് മുന്നേ തന്നെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ആയിരുന്നു. പാട്ടും കരോൾ സോങ്സും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പരിപാടികൾ മുഴുവനൊന്നും കണ്ടില്ല, എന്നാലും ഏറെക്കുറെ കണ്ടു. ഇത് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് വിഷ്വൽസ് ആണ്. അപ്പോൾ ടോബിക്കുട്ടനെ ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച്, സാന്റാക്ലോസിൻ്റെ ഉടുപ്പൊക്കെ ഇടിയിച്ച് നമ്മൾ കുറച്ച് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എടുത്ത കുറച്ച് വീഡിയോസ് ആയിരുന്നു കേട്ടോ. ടോബിക്കുട്ടൻ എന്തായാലും പുതിയ ഉടുപ്പും തൊപ്പിയൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ടോബിക്കുട്ടൻ്റെ 10ാം മാസമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ അഴയുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യും. അത്യാവശ്യം കൈ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത്. ടോബിക്കുട്ടൻ അത്യാവശ്യം കുറച്ച് വാക്കുകളൊക്കെ സംസാരിക്കും. എടാ, എടി, ചേച്ചി എന്നൊക്കെ സംസാരിക്കും. അച്ചച്ച ഇതൊക്കെ അവൻ പറയും. വായോ എന്നൊക്കെ പറഞ്ഞാൽ അവന് തിരിയുന്നൊരു സമയമാണിത്. വരുന്നുണ്ടവാ, എത്ര നേരം നോക്കിയിരിക്കുന്നു. ഇവിടെ 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 ഇപ്പോഴത്തെ ടോബിക്കുട്ടൻ്റെ മെയിൻ വിനോദമാണ് എന്തെങ്കിലും കണ്ട അന്നേരം റിപ്പയർ ചെയ്യാന്നുള്ളത്. എന്ത് കൈ കിട്ടിയാലും വെറുതെ വിടത്തില്ല ആശാൻ. ഡോറിൻ്റെ കീ, ലാച്ച്, പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ എല്ലാത്തിലും അവൻ കൈവയ്ക്കും. ഇങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. നോ ഒക്കെ പറഞ്ഞ ആശാൻ അത്യാവശ്യം നന്നായിട്ട് അറിയാം കേട്ടോ. നോ പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് പതുങ്ങുമെങ്കിലും പിന്നീടും ആശാൻ്റെ ഡ്യൂട്ടി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ രാത്രി കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ പള്ളിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാനയ്ക്ക് മുന്നേ ഞങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുൽക്കൂടും അതുപോലെ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടോബിക്കുട്ടൻ്റെ ലൈറ്റിംഗ് എല്ലാം കാര്യമായിട്ട് തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് എല്ലാം കാണിച്ച് ആശാൻ അങ്ങനെ ഇരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വായിക്കോട്ടയൊക്കെ വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് അത്യാവശ്യം നല്ല മഞ്ഞും അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അവന് നല്ല വാംത്ത് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള ഡ്രസ്സായിരുന്നു. ഞങ്ങളങ്ങനെ അല്പനേരം അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ കണ്ടു. പാട്ടും ഡാൻസും കരോൾ സോങ്സും എല്ലാം കണ്ടു. അതുപോലെ ക്രിസ്മസിൻ്റെ ചെറിയൊരു ഡ്രാമയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ണിയേശു പിറന്നതെന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇച്ചിരി നേരം അതൊക്കെ കണ്ടു നിന്നു. പിന്നീട് ഞങ്ങൾ പുൽക്കൂടൊക്കെ കാണാൻ പോയി നിന്നു. അപ്പോൾ അതിന് മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ രാത്രി കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ കയറി. ഉണ്ണി യേശുവിനെ വളരെ രാജകീയമായി തന്നെ പള്ളിയിലേക്ക് അച്ഛൻ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. കൂടെ ഒരു പറ്റം മാലാഖമാരും ഉണ്ടായിരുന്നു. ടോബിക്കുട്ടൻ ഇതെല്ലാം നോക്കിക്കണ്ട് അവരുടെ ചിറകും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുർബാനയിലൊക്കെ പങ്കെടുത്തു. ഏകദേശം പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ടോബിക്കുട്ടൻ നല്ല ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അത്യാവശ്യം കരച്ചിലും ബഹളവും ഒക്കെ ആയി. പിന്നെ പള്ളി നിൽക്കുന്നത് ശരിയാവത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ ടോബിക്കുട്ടൻ്റെ ബഹളത്തിനൊടുവിൽ ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഒരു സീറ്റൊക്കെ പിടിച്ചിരിപ്പായി. അങ്ങനെ ബഹളമൊക്കെ വെച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ആശാന് യാതൊരു ബഹളവും ഇല്ല, ഒരു പരാതിയില്ല. ആള് നല്ല ഉഷാറായിട്ട് ജില്ലെന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അടുത്തുള്ള കൊച്ചിനെയൊക്കെ ചിരിച്ചൊക്കെ കാണിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ ചേച്ചിയും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ടോബിക്കുട്ടനെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഇവൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് അടുത്തിരുന്നൊരു ചേട്ടൻ കുഞ്ഞിനൊരു മുട്ടായിയൊക്കെ കൊടുത്തു. അതൊക്കെ വാങ്ങിച്ച് കയ്യിലൊക്കെ പിടിച്ച് ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുർബാനയുടെ ഇടയിലെ കുർബാന സ്വീകരണം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പോവാറായപ്പോഴത്തേക്കും എല്ലാവർക്കും അവിടെ പ്ലം കേക്ക് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു, ഒപ്പം ചായയും.
ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് അവിടുന്ന് അവർ പ്ലം കേക്ക് സെറ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ പ്ലം കേക്ക് കൊടുത്തത് നമ്മുടെ ടോബിക്കുട്ടനായിരുന്നു. അങ്ങനെ ആദ്യത്തെ പീസ് പ്ലം കേക്കൊക്കെ വാങ്ങിക്കഴിച്ച് അതിൻ്റെ കൂടെ രണ്ടാമതും മൂന്നാമതും വാങ്ങി കഴിച്ചിരിക്കുകയാണ് അവൻ. ഞങ്ങൾ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല. പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിന് അത്യാവശ്യം നല്ല അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുർബാന തീരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറേ നാൾ കൂടി ടോബിക്കുട്ടൻ്റെ കൂടെ നിന്ന് ഞാനും 1-2 വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു. നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ്സ് മീ സ്റ്റെഫി ജോസ് സൈനിങ് ഓഫ് ഫ്രം റഫേൽ ചർച്ച്. സോ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.